നല്ല കാലവും കഷ്ടകാലവും പൊതുബോധത്തിൽ നിന്ന് ഉണ്ടാകുന്നു. ഒരു തലമുറ ഭയത്തിലും വിദ്വേഷത്തിലും കോപത്തിലും ജീവിക്കുമ്പോൾ അവർ ഏതെങ്കിലും തരത്തിൽ യാതനകളെ സ്വജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നു. ഒരു തലമുറ സ്നേഹത്തിലും സഹാനുഭൂതിയിലും ജീവിക്കുമ്പോൾ അവർ ആ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് കാലത്തെ പഴിക്കുന്നതിൽ കാര്യമില്ല. കാലം നാമെല്ലാം കൂടി പൊതുവായി ഉണ്ടാക്കുന്നതാണ്. സൃഷ്ടിയുടെ ആദ്യതലം ചിന്തയായതുകൊണ്ട് ഊർജം പുറത്തുവിടപ്പെടുന്നു. ചിന്തകൾ നിഷേധാത്മകമാണെങ്കിൽ അവ സമാന ചിന്തകളുമായി ഒത്തുചേർന്ന് ഒരു സംഭവമായി തീരുന്നു. ഇങ്ങനെയാണ് സംഭവങ്ങൾ രൂപപ്പെടുന്നത്. നിങ്ങൾക്ക് നന്മയെയും തിന്മയെയും കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. തന്നെ നിങ്ങളുടെ ശരീരമാകുന്ന ക്ഷേത്രത്തിൽ വസിക്കുന്ന ദൈവത്തെ, നിങ്ങളുടെ ആത്മാവിനെ തന്നെ വിശ്വസിക്കുക. പരമോന്നതമായ സത്തയിലും ദൈവത്തിലും അഥവാ പരമാത്മാവിലും വിശ്വാസമർപ്പിക്കുക. ഈ വിധത്തിലുള്ള വിശ്വാസം നിങ്ങളുടെ ആകാംക്ഷകളെയും ഭയങ്ങളെയും ശമിപ്പിക്കും. നിങ്ങൾക്ക് മനസ്സിനെ ഒരു ശൂന്യ അവസ്ഥയിൽ വിടുവാൻ കഴിയുകയില്ല. വിശ്വാസത്തെ പകരമായി വയ്ക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ശ്വാസത്തിൽ കൂടി ആത്മാവുമായി സമ്പർക്കം പുലർത്തുവാൻ തുടങ്ങുക. സാവധാനത്തിൽ ആന്തരികമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പുറത്തുള്ള ശ്രദ്ധ എത്ര കുറയുന്നുവോ ആഗ്രഹങ്ങൾ അത്ര കുറയും, ആകാംക്ഷകളും കുറയും.